ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഞങ്ങളതാ അമ്പുടിച്ചക്കൻ്റെ പിറന്നാളാണ്. ഫസ്റ്റ് പിറന്നാളാണ്. ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ അമ്പു. അപ്പോൾ ഞങ്ങൾ അമ്പുവിൻ്റെ പിറന്നാൾ ഒരു ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഒരു ചെറിയ കേക്കൊക്കെ സെറ്റ് ചെയ്യുക. നമ്മളെപ്പോലെ കേക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ടൊന്നുള്ള പറ്റൂലല്ലോ, ഷുഗറൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാൻറ്റീൻ്റെ ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പണ്ട് ഉള്ള വീഡിയോസൊക്കെ നിർത്തി നോക്കിയാൽ കാണാം. ക്യാൻറ്റീൻ്റെ വീട്ടിലത്തെ നായ്ക്കുട്ടിയാണ്, ഇത് ഹരീൻ്റെ വീട്ടിലത്തെയാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കുക പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അമ്പൂന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കേക്ക് സെറ്റ് ചെയ്യാം. അമ്പൂന് ഏറ്റവും ഇഷ്ടമുള്ള എന്താ ഞാൻ കാണിച്ചിട്ടെ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ അമ്പാന് ഞങ്ങൾ ഒരു കേക്ക് മീലാണ് വിചാരിക്കണേ. അപ്പോൾ അമ്പാന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മീല് സെറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ചോറ് ഇതാക്കിയിട്ട് ഇത് അവനിഷ്ടമുള്ള മമ്പയർ, കുറച്ചുകൂടെ ചോറിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ബൗളിൽ ആദ്യത്തെ ലെയർ ചോറും അതിൻ്റെ നടുവത്തെ ലെയറിൽ മമ്പയറുമാണ് ഇട്ടത് കേട്ടോ. മമ്പയർ അമ്പൂന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ മുകളിലത്തെ ലെയർ വീണ്ടും ചോറ് സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇത് മീല് സെറ്റ് ചെയ്യാം. ഇനി അമ്പാന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മുട്ടയാണ്. ചിക്കനേക്കാട്ടും ഇഷ്ടം മുട്ടയാണ്. അപ്പോൾ പിന്നെ ഇതാ മുട്ട ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചിക്കൻ പിന്നെ അറിയാലോ, ഡോഗ്സിന് ഏറ്റവും ഫേവറേറ്റ് ആണ്. പക്ഷെ അമ്പൂന് ഏറ്റവും ഇഷ്ടം മുട്ടയാണ്. പിന്നെ ഞങ്ങൾ ചിക്കൻ ഒരു മഞ്ഞൾ മാത്രം ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇനി വെച്ച് കൊടുക്കാം. പിന്നെ ക്യാരറ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് പൊതുവെ ഇടയ്ക്ക് കഴിക്കൂ, ഇടയ്ക്ക് കഴിക്കൂല. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ക്യാൻഡിക്ക് ഞങ്ങൾ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യൽ. പക്ഷേ ക്യാൻഡി ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അമ്പു. പക്ഷേ ഇന്ന് കഴിച്ചാൽ നാളെ ചിലപ്പോൾ കഴിക്കൂല. അപ്പോൾ നമ്മൾ അത്രയും വെച്ചിട്ട് വെറുതെ ആവില്ല വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മീൽ സെറ്റ് ചെയ്യുക വിചാരിച്ച്. അപ്പോൾ ഇതിൽ ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അമ്പു കഴിക്കുമോ നോക്കാം. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളിട്ട് വേവിച്ച ചിക്കൻ വേവിച്ച സ്റ്റോക്ക് വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഇത് പൊതുവേ ഞങ്ങൾ റൈസ് നല്ല സോക്ക് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുത്തിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടൊന്ന് മുകളിൽ സ്പില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അമ്പൂന് മാത്രം സ്വാദിഷ്ടമായ മീല്. ഇനി അമ്പൂന് കൊടുത്തു നോക്കാം. അമ്പൂനെ കാണണ്ട ഇനി. ഇതിപ്പോൾ എന്താ. അപ്പോൾ അതാ അമ്പാനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടിയിച്ച്, നല്ല പുതിയ കുപ്പായൊക്കെയാണ്, നല്ല ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഞങ്ങളിതാ ഇത് ക്യാപ്പൊക്കെ വെച്ച്. പക്ഷെ തലയിൽ നടക്കൂല, അമ്പാന് പേടിയായിപ്പോയി. അപ്പോൾ ഞങ്ങളിതാ പുറത്ത് ഒരു വെറൈറ്റിക്ക് പുറത്തൊക്കെയാണ് കേക്ക് ഞങ്ങളെ തൊപ്പി. ഇനിയിപ്പോൾ ഞങ്ങൾ മീല് കൊടുക്കാൻ പോവുക. മീല് അമ്പാൻ കഴിക്കുമോ നോക്കാം. അപ്പോൾ അതാ ഞങ്ങൾ മീല് ഇത് അവിടെ വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ അമ്പാനും കൊടുക്കാറില്ല. എപ്പോഴും മറ്റേ അമ്പാൻ്റെ പ്ലേറ്റ് ഒരു ബൗളിലാണ് കൊടുക്കാറ്. അപ്പോൾ ഇത് മിക്കവാറും തെറിക്കും. അതുകൊണ്ട് ഞങ്ങളിതാ ഒരു തുണിയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അംബാൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്ത് എന്താ കഴിക്കണമെന്നില്ല, അമ്മ ഫുള്ള് അടിച്ചു മിന്നിക്കലാണ്.